Hi dear students, let's talk history. Sorry, first of all, ഞാൻ എല്ലാവരോടും സോറി പറയാണ്. നിങ്ങൾക്ക് നോട്ട്സ് ക്ലാസ് ഇട്ട് തരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് തരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ പെട്ടുപോയി. ഓക്കെ, അപ്പം നമ്മൾ വേഗം തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കുകയാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളാം. വേഗം ഇരുന്നോളാം, നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. നാളെ ഉച്ചയ്ക്ക് എക്സാം ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യണം. ഈ ഒരു സബ്ജക്റ്റിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ പെർസ്പെക്റ്റീവിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് തന്നെ പോകണം, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കൂടുന്നതിൻ്റെ കൂടെ ഇത് പഠിച്ചിട്ട് തന്നെ പോകുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് വേഗം തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് മെൻ എൻഗേജിങ് സെക്ഷൽ ആക്ടിവിറ്റീസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ പേയ്മെന്റ് ഓർ അതർ ഫോംസ് ഓഫ് കോമ്പൻസേഷൻ. എന്താണ് പേയ്മെന്റ്സിന് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടോ മറ്റ് കോമ്പൻസേഷന് വേണ്ടിയിട്ടോ സെക്ഷൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മെൻ തയ്യാറാകുന്നതിനെയാണ് മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് അവരെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കുന്ന പലതരത്തിലുള്ള റീസൺസ് ഉണ്ട്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആയിരിക്കാം, കൾച്ചറൽ നോംസ് ആയിരിക്കാം, പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് ആയിരിക്കാം, എന്തുമാവാം. സെക്കൻഡ് വൺ ആണ് സെക്കൻഡ് സെക്സ്. രണ്ടാമത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് എ ഫൗണ്ടേഷണൽ ഫെമിനിസ്റ്റ് ടെക്സ്റ്റ് റിട്ടൺ ബൈ സൈമൺ ഡി ബിഹേവിയർ എഴുതിയിട്ടുള്ള ഫെമിനിസ്റ്റ് ടെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത്. എ ഫ്രഞ്ച് ഫിലോസഫർ, സൈമൺ ആരായിരുന്നു? ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആയിരുന്നു, ആൻഡ് എ ഫെമിനിസ്റ്റ്. In 1949, the book is a comprehensive analysis of the status of women in society, exploring their experiences, roles and perceptions throughout history. Okay, അപ്പം ഈ ഫ്രഞ്ച് ഫിലോസഫറിന്റെ അഭിപ്രായത്തിൽ ആ ഒരു ഫ്രഞ്ച് സൊസൈറ്റിയിലെ വുമൺ സ്റ്റാറ്റസ് എന്തായിരുന്നു ആ സൊസൈറ്റിയിൽ എന്നുള്ളത് അവരുടെ എക്സ്പീരിയൻസിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നു. അവരുടെ റോൾസ് എന്തായിരുന്നു, അവരുടെ പെർസ്പെക്റ്റീവ്സിലൂടെ ഹിസ്റ്ററി എന്തായിരുന്നു എന്നാണ് ഈ സെക്കൻഡ് സെക്സിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പാട്രിയാർക്കി. വാട്ട് ഈസ് പാട്രിയാർക്കി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ പാട്രിയാർക്കി ചോദിച്ചിട്ടുണ്ട്. പലതരത്തിൽ പാട്രിയാർക്കി ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ക്രിയേഷൻ ഓഫ് പാട്രിയാർക്കിയും ചോദിച്ചിട്ടുണ്ട്. പാട്രിയാർക്കി റെഫേഴ്സ് ടു എ സോഷ്യൽ സിസ്റ്റം ഇൻ വിച്ച് men hold power and dominate society, often at the expense of women's rights. എന്താണ്? പുരുഷന്മാര് സമൂഹത്തെ ഭരിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകളുടെ മേൽ പുരുഷ ആധിപത്യം ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? പാട്രിയാർക്കി എന്ന് പറയുന്നത്. അവിടെ എന്താണ്? വുമൻസ് റൈറ്റിനെയോ അല്ലെങ്കിൽ അവരുടെ ഓപ്പർച്യൂണിറ്റീസോ അവരുടെ വെൽബീയിങ്ങോ ഒന്നും ഇതിനകത്ത് കണക്കാക്കുന്നില്ല. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാട്രിയാർക്കി. പാട്രിയാർക്കിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. മെയിൽ ഡോമിനൻസ്, പുരുഷ ആധിപത്യം ഉണ്ടാവും. മെൻ ഹോൾഡ് positions of power and authority in society including government, business and family. ഇപ്പോഴും ഭൂരിഭാഗം എല്ലായിടത്തും തന്നെ ഈ മെയിൽ ഡോമിനൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ വർക്കിംഗ് പ്ലേസിലായാലും ഫാമിലീസിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഗവൺമെൻറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ മെയിൽ ഡോമിനൻസ് കുറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. എവിടെയാണെങ്കിലും സ്ത്രീകൾ എവിടെയെങ്കിലും കയറുന്നു എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു വിഷമം പുരുഷന്മാർക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ആണുങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ പെണ്ണുങ്ങൾ എന്നുള്ളൊരു ആ ഒരു മനോഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. ഓക്കെ, ജെൻഡർ റോൾസ് എന്താണ്? ട്രഡീഷണൽ ജെൻഡർ റോൾസ് ആർ ഓപ്പൺ റിജിഡ്ലി ഡിഫൈൻഡ് വിത്ത് മെൻ എക്സ്പെക്റ്റഡ് ടു ബി ബ്രെഡ് വിന്നേഴ്സ് ആൻഡ് വുമൺ എക്സ്പെക്റ്റഡ് ടു ബി കെയർ ഗീവേഴ്സ്. എന്താണ്? ജെൻഡർ റോൾസിൽ കൂടുതലായിട്ടും ട്രഡീഷണൽ ആയിട്ട് പറഞ്ഞു പോകുന്നൊരു സാധനമുണ്ട്. എന്താ? ആണുങ്ങളാണ് പുറത്തു പോയിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാർ. സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ്? കെയർ ഗീവേഴ്സാണ്. അവരെന്താണ്? കെയർ കൊടുക്കുന്ന ആൾക്കാരാണ്. എന്താ? കെയർ ടേക്കറാണോ സ്ത്രീകളെന്ന് പറയുന്നത്? ഓക്കെ, ആ ഒരു സാധനമൊക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ട്. സെക്സിസം ആൻഡ് മിസ്ജിനി. വുമൺ ആർ ഓഫൻ സബ്ജക്ട് ടു സെക്സിസം ആൻഡ് മിസ്ജിനി വിച്ച് ക്യാൻ മാനിഫെസ്റ്റ് ഇൻ വേരിയസ് ഫോംസ് ഇൻക്ലൂഡിങ് ഡിസ്ക്രിമിനേഷൻ, ഹാരാസ്മെന്റ് ആൻഡ് വയലൻസ്. മനസ്സിലാവുമല്ലോ. ദെൻ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്. എന്താണ്? സ്ത്രീകൾക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ഉള്ള
ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. മേ ബി ലിമിറ്റഡ് ബൈ പാട്രിയാർക്കൽ നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. അവരുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് അവർക്ക് വളരാൻ സാധിക്കുന്നില്ല. പാട്രിയാർക്കൽ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഫേസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ ലൈഫിൽ അവർ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്കൊന്നും എത്തിപ്പെടുവാൻ അവർക്ക് സാധിക്കുന്നില്ല. പലരും വീടിനുള്ളിൽ ഒതുങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ജീവിച്ച് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പം മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയൊക്കെ വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ട് എന്ന് വേണം. അടുത്തതാണ് പോളിഗാമി. പോളിഗാമി എന്താണ്? പോളിഗാമിന്റെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പോളിഗാമി എന്താണെന്ന് ചോദിക്കാം. പോളിയാൻഡ്രി, ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പം ഇതിലെ ടേമുകളൊക്കെ പഠിച്ചു വെക്കുക. പോളിഗാമി ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഹാവിങ് മൾട്ടിപ്പിൾ സ്പൗസസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം ഒന്നിലധികം സ്പൗസസ് ഉള്ളതിനെയാണ് പോളിഗാമി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ടേക്ക് വേരിയസ് ഫോംസ്. ഇതെന്താണ്? പലതരത്തിലെടുക്കാം. എന്താണ്? ഇൻക്ലൂഡിങ് പോളിഗൈനി ഉണ്ട്. വൺ മാൻ ഹാവിങ് മൾട്ടിപ്പിൾ വൈസ്. ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരായിട്ട് ഉൾക്കൊള്ളുന്നത്. ഒരാൾക്ക് ഒരു ഭാര്യനെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഒന്നിലധികം? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പോളിയാൻഡ്രി ഉണ്ട്. പോളിയാൻഡ്രി എന്ന് പറയുമ്പോൾ എന്താണ്? വൺ വുമൺ ഹാവിങ് മൾട്ടിപ്പിൾ ഹസ്ബൻഡ്. ദയനീയം. ഒരു സ്ത്രീ ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പോളിയാൻഡ്രി എന്ന് പറയുന്നത്. ഓക്കെ. ടൈപ്സ് ഓഫ് പോളിഗാമി ഉണ്ട്. ഒന്ന് പോളിഗൈനി, പോളിയാൻഡ്രി ആൻഡ് ഗ്രൂപ്പ് മാരേജ് എന്ന് പറയും. ഓക്കെ, അത് വായിച്ചാൽ മതി, മനസ്സിലാവും. നെക്സ്റ്റ് വൺ ആണ് ഡിഫൈൻ മോഡേണിറ്റി. മോഡേണിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. മോഡേണിറ്റി റെഫേഴ്സ് ടു എ ഹിസ്റ്റോറിക്കൽ പീരിയഡ് ആൻഡ് എ കൾച്ചറൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫിനോമിന ക്യാരക്ടറൈസ്ഡ് ബൈ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി. എന്താണ്? ഇതൊരു ഹിസ്റ്റോറിക്കൽ പീരിയഡ് ആണ്. അതിലെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ എക്കണോമിക് ഫിനോമിനകളിലൊക്കെ എന്താണ്? പുതിയ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് മോഡേണിറ്റി എന്ന് പറയുന്നത്. ദെൻ ഡിഫൈൻ ട്രാൻസ്ജെൻഡർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ട്രാൻസ്ജെൻഡറിനെ ഡിഫൈൻ ചെയ്യാൻ. അതിലെന്താണ്? ട്രാൻസ്ജെൻഡർ റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽസ് ഹൂസ് ജെൻഡർ ഐഡന്റിറ്റി ഡിഫേഴ്സ് ഫ്രം ദ സെക്സ് ദേ വെയർ അസൈൻഡ് അറ്റ് ബർത്ത്. എന്താണ്? ജനനത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ജെൻഡർ അവരുടേതല്ല, അവർക്ക് വേറെ ഒരു ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടെന്ന് ഇൻഡിവിജ്വൽസ് തിരിച്ചറിയുന്നതിനെയാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ഇൻക്ലൂഡ് പീപ്പിൾ ഹു ഐഡന്റിഫൈ ആസ് എ ഡിഫറെൻറ്റ് ജെൻഡർ ദാൻ ദെയർ ബർത്ത് സെക്സ് ഓർ ദോസ് ഹു ഡു നോട്ട് ഐഡന്റിഫൈ വിത്ത് എനി ജെൻഡർ. അതായത് ഒരു വ്യക്തി ഒരു ജെൻഡറുമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി ബർത്തിലൂടെ അല്ലെങ്കിൽ ജനനത്തിലൂടെ ലഭിച്ച ഒരു ജെൻഡർ ഐഡന്റിറ്റി അല്ല അവരുടേതെന്ന് അവർ തിരിച്ചറിയും. ഓക്കെ. കോൺസെപ്റ്റ്, ഈ ജെൻഡർ ഐഡന്റിറ്റിയുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ജെൻഡർ ഐഡന്റിറ്റി, ട്രാൻസ്ജെൻഡർ മാൻ, ട്രാൻസ്ജെൻഡർ വുമൺ, നോൺ ബൈനറി. ഓക്കെ, ഈ 3 കോൺസെപ്റ്റുകളാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ ആണ് ജെൻഡർ ഇൻഈക്വാലിറ്റി. ജെൻഡർ ഇൻഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് റെഫേഴ്സ് ടു ദ അൺഈക്വൽ treatment opportunities with as outcomes experienced by individuals based on their gender. This can manifest in various ways including എന്താണ്? പലതരത്തിലുള്ള ജെൻഡർ ഇൻഈക്വാലിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസിന്റെ ബേസിൽ, അവരുടെ ഔട്ട്കംസിന്റെ എക്സ്പീരിയൻസിന്റെ ബേസിൽ അവർ പലതരത്തിൽ ഈക്വൽ ആയിട്ട് ജെൻഡർലി ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ഈ എക്കണോമിക് ഇൻഈക്വാലിറ്റി ഉണ്ട്. വുമൻസിന്, സ്ത്രീകളും പുരുഷങ്ങളും തമ്മിൽ എന്താണ്? ഒരേ ജോലി ചെയ്യുന്നവർക്ക് എന്താണ്? ഒരേ വേതനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരേ കൂലി ലഭിക്കുന്നില്ല. സോഷ്യൽ ഇൻഈക്വാലിറ്റി ഉണ്ട്. സമൂഹത്തിൽ അവർക്ക് ഡിസ്ക്രിമിനേഷൻ. പെണ്ണല്ലേ ഇങ്ങോട്ട് മാറുന്നത്, പെണ്ണല്ലേ രാത്രി പോകുന്നത്, അല്ലെങ്കിൽ പെണ്ണല്ലേ അത് ചെയ്യരുത്, പെണ്ണല്ലേ ഇത് ചെയ്യരുത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെറുപ്പം തൊട്ടേ കേട്ട് വളർന്നവരായിരിക്കും സ്ത്രീകളിൽ ഭൂരിഭാഗം ആൾക്കാരും. അല്ലേ? പെണ്ണല്ലേ അവിടെ ഇരിക്കരുത്, ഇവിടെ ഇരിക്കരുത്, അങ്ങനെ വെക്കരുത്, കാലങ്ങനെ വെക്കരുത്, കൈ ഇങ്ങനെ വെക്കരുത്, അങ്ങനെയുള്ളത് ഇടരുത്, അത് പറയരുത്, ചിരിക്കരുത്, കരയരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കും സ്ത്രീകളെല്ലാവരും. ഓക്കെ. അടുത്തതാണ് ഹെൽത്ത് ഇൻഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വുമൺ മേ ഹാവ് ലിമിറ്റഡ് ആക്സസ് ടു ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിന് സ്ത്രീകൾക്ക് കുറച്ച് ആക്സസ് കിട്ടാറുള്ളൂ. അത് ഇപ്പോഴല്ല, പണ്ടാണ് കേട്ടോ. ഇൻക്ലൂഡിങ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ ആൻഡ് മെറ്റേണൽ ഹെൽത്ത് സർവീസസ്. എന്താണ്? ഗർഭകാല ശുശ്രൂഷകൾ അല്ലെങ്കിൽ ഗർഭകാലഘട്ടത്തിൽ കിട്ടേണ്ട ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ എല്ലാവർക്കും തന്നെ കിട്ടുന്നുള്ളതായിട്ട് അറിവില്ല. ദെൻ എഡ്യൂക്കേഷണൽ ഇൻഈക്വാലിറ്റീസ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എഡ്യൂക്കേഷണൽ ഇൻഈക്വാലിറ്റീസ് ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പോഴെന്താണ്? സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ വിദ്യാഭ്യാസ യോഗ്യത കൂടുതൽ. ഇപ്പോൾ പുരുഷന്മാർ അവരുടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള കിട്ടുന്നില്ല. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത കൂടുതലാണ്. പെൺകുട്ടികൾ ആരും വിദ്യാഭ്യാസം കുറഞ്ഞ ആൺകുട്ടികളെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് ഇപ്പോഴത്തെ
സമൂഹത്തിലെ നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സതി. ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ അറിയാവുന്നതാണ്. സതി ഈസ് എ ഹിസ്റ്റോറിക്കൽ പ്രാക്ടീസ് ഇൻ വിച്ച് എ വിഡോ വാസ് എക്സ്പെക്റ്റഡ് ടു ഇമോളേറ്റ് herself on her husband's funeral pyre. This practice was prevalent in some parts of India, particularly in the Hindu community. എന്താണ് സതി? സതി എന്നൊരു വലിയ ദുരാചാരം ഇന്ത്യയിൽ നിലനിന്നിരുന്നു അല്ലെ, ആൻഷ്യന്റ് കാലഘട്ടം തൊട്ട്, അതായത് BC 500 തൊട്ട് തന്നെ നിലനിന്നിരുന്ന ഒരു വയേർഡായിട്ടുള്ളൊരു ആചാരമായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഭാര്യ ഭർത്താവിന്റെ ചിതയിൽ മരിച്ചു പോകണം, അല്ലാതെ അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ല. അതോടെ മതി, അതുവരെ മതി അവളുടെ ജീവിതം. ഏതെങ്കിലും ഭാര്യമാര് മരിച്ചു എന്ന് പറഞ്ഞ് ഭർത്താക്കന്മാരെ ഭാര്യമാരുടെ ചിതയിൽ ഇറങ്ങിയതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭാര്യ മരിച്ച് 2 മാസത്തിനുള്ളിൽ അവർ വേറെ കല്യാണം കഴിച്ച് ജീവിക്കും അല്ലേ. ഓക്കെ, അടുത്തത് ഞാൻ പുരുഷന്മാരെ മുഴുവൻ അധിക്ഷേപിച്ച് പറയുമൊന്നുമല്ല കേട്ടോ, ഇതായിരുന്നു പണ്ടത്തെ സിസ്റ്റം എന്ന് പറഞ്ഞതാണ്. ഇതിപ്പോൾ പുരുഷന്മാർ തന്നെ നേതൃത്വം എടുത്തിട്ടാണ് ഈ സതി നിർത്തലാക്കിയത്. നമ്മുടെ രാജാറാം മോഹൻ റോയുടെ വളരെ വലിയ പ്രവർത്തന ഫലമായിട്ടാണ് 1829 സതി നിർത്തലാക്കിയത്. ദെൻ ദേവദാസി നമ്മൾ കേരള ഹിസ്റ്ററി സെക്കൻഡ് ഇയറിൽ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. എന്താണ് ദേവദാസി എന്ന്? ദേവദാസി ഈസ് എ ട്രഡീഷണൽ പ്രാക്ടീസ് ഇൻ ഇന്ത്യ where young girls are dedicated to a deity or a temple. ഒരു ഡയറ്റിക്കോ ഒരു ദേവനോ അല്ലെങ്കിൽ ഒരു ടെമ്പിളിനോ ഒരു കുട്ടിയെ ദൈവത്തിന്റെ ദാസിയായിട്ട് അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ദേവദാസി സിസ്റ്റം എന്ന്. അടുത്തതാണ് ദ ആക്ട് ഓഫ് 1956. 1956 ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. ദ ആക്ട് ഓഫ് 1956 refers to the Hindu Succession Act, a landmark legislation in India that aimed to reform and codify ഹിന്ദു പേഴ്സണൽ ലോ റീഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ലോയാണ് എന്തെന്ന് പറയുന്നത്, ഇത് ഹിന്ദു സക്സഷൻ ആക്ട് അല്ലെങ്കിൽ ദ ആക്ട് ഓഫ് 1956. ഓക്കെ, അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന പ്രൊവിഷൻസ് ആണ് ഈക്വൽ റൈറ്റ്സ് ഫോർ വുമൺ. സ്ത്രീകൾക്ക് എന്ത് വേണം? ഈക്വൽ റൈറ്റ് വേണം. പ്രോപ്പർട്ടിയിലും അസറ്റിലും ഒക്കെ ഈക്വൽ റൈറ്റ്സ് വേണം. അബോളിഷൻ ഓഫ് ലിമിറ്റഡ് എസ്റ്റേറ്റിൽ അബോളിഷൻ കൊണ്ടുവന്നു. എന്താണ് ആക്ട്? അബോളിഷഡ് ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റഡ് എസ്റ്റേറ്റ് വിച്ച് റെസ്ട്രിക്റ്റഡ് വുമൻസ് റൈറ്റ് ടു പ്രോപ്പർട്ടി. സ്ത്രീകൾക്ക് പ്രോപ്പർട്ടിയിന്മേലുള്ള, അതായത് ഒരു കുടുംബത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രോപ്പർട്ടിയിൽ തുല്യ അവകാശമില്ലായിരുന്നു. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുന്നവരാണ്, അതുകൊണ്ട് അവരുടെ ആ വീട്ടിലെ പ്രോപ്പർട്ടിയിലെ പെൺകുട്ടികൾക്ക് അവകാശമില്ല എന്നായിരുന്നു പറഞ്ഞത്. അത് എടുത്തു കളഞ്ഞു. റൈറ്റ് ഓഫ് ഡോട്ടേഴ്സ്. അടുത്തതാണ് റൈറ്റ് ഓഫ് ഡോട്ടേഴ്സ്. ദ ആക്ട് റെക്കഗ്നൈസ്ഡ് ദ റൈറ്റ് ഓഫ് ഡോട്ടേഴ്സ് ടു ഇൻഹെറിറ്റ് പ്രോപ്പർട്ടി ഇൻക്ലൂഡിങ് അഗ്രികൾച്ചറൽ ലാൻഡ് ഉൾപ്പെടെ പ്രോപ്പർട്ടിയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവകാശമാണ് എന്ന് പറഞ്ഞു വെച്ചു. നെക്സ്റ്റ് വൺ ആണ് ഡീമെറിറ്റ്സ് ഓഫ് ചൈൽഡ് മാരേജ്. ചൈൽഡ് മാരേജിന്റെ ഡീമെറിറ്റ്സിന്റെ ഹെഡിങ്ങുകൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു ധാരണയിൽ. ഹെൽത്ത് കെയർ റിസ്ക്. ഈ ചൈൽഡ് മാരേജ്, ബാലവിവാഹത്തിൽ ഹെൽത്ത് കെയർ റിസ്കുകൾ ഒരുപാടുണ്ട്. അതായത് എയർലി പ്രഗ്നൻസിക്കുള്ള സാധ്യതകളുണ്ട്. ഇതുമൂലം ആ പെൺകുട്ടിക്ക് ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ കുട്ടി, അതായത് അവർക്ക് ജനിക്കുന്ന ഒരു കുട്ടിക്കും അതുപോലെയുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് കോൺസിക്വൻസസ്, അതായത് ചെറിയ പ്രായത്തിലെ തന്നെ ഈ വിവാഹബന്ധത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഇവർക്ക് ആവശ്യത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കായ്മ, എക്കണോമിക് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. ദെൻ സോഷ്യൽ ആൻഡ് ഇമോഷണൽ കോൺസിക്വൻസസ് ഉണ്ടാവും. ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്. ഹ്യൂമൻ റൈറ്റ്സിൽ ഒന്നാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അല്ലേ. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതാണ് അവിടെ തടഞ്ഞു വെക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇത് എല്ലാം തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിന്റെ കൂട്ടത്തിൽ റാഡിക്കൽ ഫെമിനിസം, ബ്രഹ്മവിവാഹ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതും പഠിക്കാതെ പോവരുത്. ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. അറ്റ്ലീസ്റ്റ് ഇതൊന്ന് കേട്ടിട്ടെങ്കിലും പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു.